എന്തൊരു ആംബിയൻസ് അല്ലേ? കാമൻ ക്വയറ്റ്. എനിക്കിഷ്ടപ്പെട്ട ഈ സ്ഥലം. നമുക്കിവിടെ ഇന്ന് സ്റ്റേ ചെയ്താലോ? പോടുന്നു. അതിമോഹം വേണ്ട കേട്ടോ. ഇതാണോ അതിമോഹം? ഇതൊക്കെ മനുഷ്യന്റെ ലൈഫിലെ വളരെ സാധാരണമായ ആഗ്രഹങ്ങളല്ലേ? അയ്യോടാ, തീരെ സാധാരണക്കാരനാവരുത്. കുറച്ച് ഗമാലിറ്റി ഇരുന്നോട്ടെ. കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ ശിവശങ്കര മേനോൻ മകൻ ഹരിശങ്കർ മേനോൻ. ഓ, എന്നാ ഒരു പവറാ. എന്നാലും ഒന്നോടൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എന്താ? അല്ല, ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യം. ഒന്ന് പോടാ. ചെക്കൻ ഈയിടെയായിട്ട് വഷളത്തരം കൂടുന്നുണ്ട്. നീ അത്രയ്ക്ക് സുന്ദരിയായോണ്ടല്ലേ. എനിക്കും ഈ സുന്ദരനെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കൂടെ വരുന്നേ. ആ റൂമിന്റെ ചാവി തരാം സാർ. നമുക്ക് അങ്ങോട്ടേക്ക്. സാർ ഫീ സ്റ്റേ ചെയ്യുന്നുണ്ടോ സാറേ? ഡിസൈഡ് ചെയ്തിട്ടില്ല. റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വാ. എങ്ങോട്ട്? ഇത്ര നേരം ഓടി നടന്ന് ക്ഷീണിച്ചല്ലേ, അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാം. എനിക്കൊരു ക്ഷീണമല്ല ഹരിയേട്ടാ. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാടി. എനിക്ക് വിശക്കുന്നു. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഓർഡർ ചെയ്യണം സാർ. 1 മണിക്കൂറിനുള്ളിൽ തരാം. 1 മണിക്കൂറോ? ഇത് ഹോട്ടലല്ല മാഡം, ഒന്നും കുക്ക് ചെയ്ത് വെച്ചിട്ടില്ല. കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച് കുക്ക് ചെയ്യും. ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ കോഴിയെ പിടിച്ച് കൊന്ന് ഡ്രസ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെയാണോ? അങ്ങനെ വേണ്ടി വരും മാഡം, ഇവിടെ എല്ലാം ഫ്രഷാ. എന്നാ ഫുഡ് വേണ്ട. നമുക്ക് തിരിച്ചു പോകുന്ന വഴി ഏതെങ്കിലും ഹോട്ടലിൽ കയറാം. വാ ഹരിയേട്ടാ. എടി മോളെ, നമ്മൾ ഇവിടെ 3000 റുപ്പീസ് എന്നെ കൊടുത്തതല്ലേ? റൂമിലൊന്ന് കയറുക പോലും ചെയ്യാതെ പോവാന്ന് വെച്ചാ ഭയങ്കര നഷ്ടമല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ റൂം എടുക്കണ്ടെന്ന്. ശരി, എന്നാ റിലാക്സ് ചെയ്യണ്ട. റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാം. ഒരു ഷവർ ബാത്ത് നടത്തുന്നത് നല്ലതല്ലേ? ബാത്റൂം ഉണ്ട് സാർ, 2 പേർക്ക് ഒരേ സമയം കുളിക്കാൻ പറ്റും. കൊതിപ്പിക്കല്ലേടോ, നമ്മൾ ആ ടൈപ്പ് അല്ല. പോവാന്നേ. ഇപ്പൊ തന്നെ നേരെ സന്ധ്യയായി. എന്നാ നമുക്ക് കൈയും കാലും മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പോവാം. എന്തിന്? വീട്ടിൽ ചെന്നുടനെ കുളിച്ചാ പോരെ? അഴുക്കൊന്നുമില്ലല്ലോ. നീ ഒന്നിനും സമ്മതിക്കത്തില്ലല്ലേ? നേരം പോവും ഹരിയേട്ടാ. എന്നാ റൂമൊന്ന് കണ്ടിട്ട് വരാം. ക്യാഷ് കൊടുത്തല്ലേടി? ഹരിയേട്ടമേ കണ്ടിട്ടോ. ഞാൻ പോയി ബൈക്കിനടുത്ത് നിൽക്കാം. കാശ് പോയി അല്ലേ സാറേ? താനിന്റെ വായന വല്ലതും കേക്കല്ലേ? സാറേ, അതിനെ കണ്ടാ അറിയത്തില്ലേ, നമ്മൾ ഉദ്ദേശിക്കണ വേണമല്ല. എടാ, പകുതി ക്യാഷ് തിരിച്ചതാ, പകുതി താനെടുത്തോ. അയ്യോ സാർ, മുതലാളിയോട് ഞാൻ പറഞ്ഞു പോയി ഗസ്റ്റ് ഉണ്ടെന്ന്. ബുക്കിൽ എഴുതുകയും ചെയ്തു. അപ്പോ താനല്ലേ മുതലാളി? അത് മാത്രം ഞാനല്ല സാർ. ദാ കൊണ്ടുവച്ച് തിന്നു. ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം സാറേ, അതിന് വിട്ടേക്ക്. താൻ കണ്ടുപിടിച്ചു തരുമോ? എനിക്ക് വേറെ ഒരെണ്ണത്തിന്. സാറേ, ഇത് സാറിന് പറ്റിയതല്ല. ഞാൻ ഇതുപോലെ എത്ര എണ്ണത്തിനെ കാണുന്നതാ. മിക്കവാറും ഗസ്റ്റ് കാണും. ഇന്ന് ആരെയാണോ കണി കണ്ടത്? ഇവിടെ അയാളുമായിട്ട് എന്നായിരുന്നു തർക്കം? ഓ ഒന്നുമില്ല. പുള്ളിക്കാരനൊരു നല്ല മനുഷ്യനല്ലേ? വെറുതെ 3000 രൂപ കൊണ്ടുവന്ന് കളഞ്ഞു. റൂം എടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നീ ഇങ്ങനത്തെ ഒരു പൊട്ടത്തിയാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ എന്നെ പൊട്ടത്തരം കാണിച്ചേ? ഒന്നുമില്ല, പോകാം. വണ്ടി കയറി. ഹരിയേട്ടാ, എന്നാ പോക്കാ പോയെ? കുറെ ആൾ കയറി നോക്കണ്ടേ? ഞാൻ ഓർത്ത് നീ കയറിയെന്ന്. കേറാൻ എന്നാ എത്ര താമസം? ഹരിയേട്ട എന്നോട് ദേഷ്യമാണോ? ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ. എനിക്കറിയാം. എനിക്ക് മനസ്സിലായി എന്തിനാന്ന്. അയ്യോടി, നിനക്ക് എന്നെ അറിയാം. ഞാൻ റൂമിലോട്ട് വരാത്തോണ്ടല്ലേ? അതൊന്നും ശരിയല്ല ഹരിയേട്ടാ. അതുകൊണ്ടാ. നിന്റെ ഒരു തെറ്റും ശരി. എടി, ലൈഫ് ഒന്നേ ഉള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യണം. നമ്മൾ എൻജോയ് ചെയ്തല്ലോ. ആ ഫോട്ടോസ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാ. നമുക്ക് സാവകാശം ഇരുന്ന് എല്ലാം കാണണം. എടി, ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ എല്ലാം കാണായിരുന്നല്ലോ. ഒരു ചാൻസ് നശിപ്പിച്ചിട്ട് കേറി. മാറിയിട്ടുണ്ടല്ലേ? ഉണ്ട്. എടോ, താനും കൊണ്ട് വന്ന പിന്നെ ഹോസ്പിറ്റലാരാ? മനുണ്ട്, കുറച്ചുമ്പ് വന്നേ ഉള്ളൂ. പിന്നെ ഹോട്ടൽ റൂമിൽ നിന്ന് ശിവേട്ടനും രാജുവേട്ടനും മാറി മാറി വരുന്നുണ്ട്. സമ്മതിച്ചേക്കണ്ടോ? ഇല്ല. സുലോചന സുലോചന ഹോസ്പിറ്റലുണ്ട്. നാളെ സുന്ദേശ് വരാൻ സമ്മതിച്ചിട്ടുണ്ട്. ആനന്ദേട്ടനും സുന്ദേശ് വൈകുന്നേരം വന്നിട്ട് പോയി. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഹോസ്പിറ്റൽ ബില്ല. ഇതാരാ നിന്നെ ഏൽപ്പിച്ചേ? ശിവേട്ടനാ. ഇത് കുറെ ബില്ലുകളുണ്ടല്ലോ. ടെസ്റ്റും സ്കാനും MRIയും ഓപ്പറേഷൻ തിയേറ്ററും ഫാർമസിയും എല്ലാം കൂടിയിട്ടാ. 2,44,000. ഓപ്പറേഷൻ മാത്രം 2 ലക്ഷത്തിന് മേലെയായി. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇത് ഒരു ദിവസമല്ലേ. ആളെ കിട്ടിയല്ലോ പാലേട്ടാ. കിട്ടുമെന്ന് നമ്മൾ ആരും വിചാരിച്ചല്ലോ. ശിവേട്ടൻ ഇതുകൊണ്ടൊന്നും ഇടയിൽ തന്നപ്പോ നീ ഒന്നും ചോദിച്ചില്ലേ? ഞാനൊന്ന് ചോദിക്കണം പാലേട്ടാ. എരിയേറ്റാനും ചെണ്ട കൊട്ടാനും മൂട് താങ്ങാനും പിറകെ നടക്കുന്ന പൂങ്കണമാർക്ക് പെങ്ങടെ ബില്ല് കാണുമ്പോ കൈ വറയ്ക്കുന്നുണ്ടോന്ന്. ബില്ലടയ്ക്കാൻ നേരത്ത് ബാലേന്ദ്രൻ വേണം. അതിപ്പോ അവര് നോക്കുമ്പോ ബാലേട്ടല്ലേ കടമ. എന്തോന്ന് കടമ? ആരോടും ഒരു അക്ഷരം മിണ്ടാതെ സ്ഥാപന ജംഗമങ്ങളെല്ലാം കെട്ടിപ്പറക്കി എടുത്ത് വീട് വിട്ട് പോയവരുടെ ബില്ലടയ്ക്കേണ്ടത് ഞാനാണ്. ആര് പിണങ്ങി പോയാലും വീട്ടിൽ നിന്നാലും 4 പേര് നോക്കുമ്പോ ബാലേട്ടനല്ലേ ഭർത്താവ്. എനിക്ക് ഈ ബില്ലടയ്ക്കാൻ കഴിയാഞ്ഞിട്ടൊന്നും അല്ല കോർത്ത്. ഈ ബില്ലടയ്ക്കുന്ന പൈസ എന്റെ ഒരു രോമം കൊഴിയുന്ന പോലെ ഉള്ളൂ. പക്ഷെ 2.25 ലക്ഷം രൂപയുടെ ബില്ല് ശിവേട്ടൻ തന്റെ കയ്യിലോട്ട് കൊണ്ടു തന്നു എന്ന് പറഞ്ഞപ്പോ എന്നെ കാര്യന്ന് പറഞ്ഞു വരിക. താനാരാ ശിവേട്ടന്റെ? തന്റെ കൂടെ പറയണോ വയ്യ? ബില്ല് തന്ന അയാൾക്ക് നാണമില്ലെങ്കിലും വാങ്ങി തനിക്കില്ലേ നാണക്കെട്ട്? ബാലേട്ടൻ എന്നെയല്ലേ പറഞ്ഞു ഏൽപ്പിച്ചത് വൈകിയുടെ കാര്യമൊക്കെ നോക്കിക്കൊള്ളണോ. എടോ, താൻ നോക്കിയോ? ഹോസ്പിറ്റലുകാര് ബില്ല് തന്റെ കയ്യിലോട്ട് തന്നാൽ താൻ കൊണ്ടുപോയി അടച്ചോ, കുഴപ്പമൊന്നുമില്ല. ശിവേട്ടൻ അതുകൊണ്ടൊന്നും തന്റെ കയ്യിലോട്ട് തന്നത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ചെറ്റ അയാൾ മാന്യാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നാളെ ഞാൻ ചെല്ലുമ്പോ ബില്ല് കാണിച്ചിട്ട് എന്നോട് പറയണം, പറഞ്ഞതിനാ ഇത് താൻ പേ ചെയ്യുന്നോ അതോ ഞാൻ പേ ചെയ്യണോന്ന്. അത് അന്തസ്. അപ്പൊ ഞാൻ പറയും എന്റെ ഭാര്യയുടെ ബില്ല് ഞാൻ പേ ചെയ്തോളാം, അത് എന്റെ അന്തസ്. താങ്ക്സ്. എനിക്കില്ലേ ചായ? ഫുഡ് കഴിക്കാൻ നേരമില്ലേ? ഓ ഒരു രാത്രി അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടായോ? ഇല്ലങ്ങളെ, ആരും അന്വേഷിച്ചു പോലുമില്ല. ഒരു തവണ സുലോചനാന്റെ വിളിപ്പിച്ചു അല്ലേ എന്റെ? ക്ലീൻ ചെയ്യുമ്പോ ഭയങ്കര വേദനയും നിലവിളിയായിരുന്നു. അപ്പോഴേ എന്നെ ഒരു നഴ്സ് ഒന്ന് വിളിച്ചത്. കണ്ടിട്ട് നിന്നെ തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞു, പക്ഷെ സംസാരിക്കാൻ വയ്യെന്നേ ഉള്ളൂ. താടിയലിന് പൊട്ടലുണ്ടെന്ന നഴ്സ് പറഞ്ഞത്. അനക്കാൻ വയ്യ. മുഖത്തിന്റെ പാതി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയിലടത്ത ബാൻഡേജ് 2 കാലും ഇടത്തെ കൈയും എല്ലാം. ഇനി നീ വീട്ടിൽ വെക്കോ, കുട്ടികളുടെ കാര്യം നോക്കണ്ടേ? ഞാൻ ചെന്നിട്ടോണം ചേട്ടന് വരാൻ. പോട്ടെ മനു, ഉച്ച കഴിഞ്ഞ് വരാം. ബാലേട്ടാ പോയിക്കോണേ. വീട്ടിലാരുണ്ടങ്ങളെ? അലീനെ കൃഷ്ണമോളും. നിന്റെ അച്ഛനൊക്കെ എവിടെ പോയി? രാത്രി ഒരു 11 മണി വരെ ഈ പരിസരത്തുണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. ഇവിടെ അടുത്തൊരു ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. നീ അവരോടൊന്ന് പറഞ്ഞേക്കണം, ദൈവത്തെ ഓർത്ത് സഹായിക്കാൻ വരില്ലെന്ന്. ഓ, അല്ലെങ്കിൽ എന്ത് സഹായം? വെറുതെ ഇതിലേക്കൊന്ന് ചുറ്റി കറങ്ങിട്ട് പോകും, അത്ര. നീ ഇന്നലെ രാത്രി ഉറക്കം വെച്ചല്ലേ വീട്ടിൽ പോയി കിടന്നുറങ്ങും. നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സുലോചന വീട്ടിൽ ചെന്ന് പറഞ്ഞ ഗോവർദ്ധനം വരും. ഞാൻ പോവാല്ലേ? നീ പോയിട്ടൊന്ന് ഉറങ്ങിട്ട് വാ, വൈകിട്ട് വന്നാൽ മതി. ശരിയാണ്. നിങ്ങളെ എന്താ ആവശ്യമായിട്ട് വിളിച്ചേക്കണേ? ഓക്കേടാ. വൈജയന്തിയുടെ ആളല്ലേ?
അതെ. അവിടെ 5 മിനിറ്റ് സമയം വിസിറ്റേഴ്സ് അലൗഡ് ആണ്. പേഷ്യന്റിനെ കാണണമെങ്കിൽ കാണാം. അലീന ബാലേന്ദ്രന് മറ്റേതോ സ്ത്രീയിൽ ജനിച്ച മോളാണോ? 23 വർഷക്കാലം നിങ്ങൾ എന്നെ വെറും പൊട്ടിയാക്കി വഞ്ചിച്ചു. ഇനിയത് വേണ്ട, എനിക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. അലീന നിങ്ങളുടെ മകളാണോ അല്ലയോ? എന്റെ മക്കളെ ഓർത്ത് ഞാൻ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷെ ഇനി അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. എനിക്കിനി നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കണമെന്ന് അശേഷ ആഗ്രഹമില്ല. പിന്നെ മക്കളെ ഓർത്ത് മാത്രം ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാ. ശരി, നിങ്ങളും അവളും കൂടി ഇവിടെ ജീവിക്കുക. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം. സിസ്റ്റർ, ബോധം തരിക ഇനിയും കുറെ സമയം എടുക്കൂ. അങ്ങനെ ചോദിച്ചാ സെഡേഷനിലാണല്ലോ. സാധാരണ 3-4 മണിക്കൂർ കൂടി ഈ കണ്ടീഷനിൽ തുടരേണ്ടതാ. കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഡോക്ടറോട് തന്നെ ചോദിക്കേണ്ടി വരും. മറ്റുള്ള ആർക്കെങ്കിലും കയറി കാണാൻ പറ്റുമോ? എല്ലാവരെയും എന്തായാലും അനുവദിക്കില്ല. വിസിറ്റേഴ്സിന് ഐസിയുവിലേക്ക് പ്രവേശനം ഇല്ലെന്നുള്ളതാണ് സത്യം. ആർക്കെങ്കിലും ഒരാൾക്ക് കാണാം, അതും 5 മിനിറ്റ്. ബാലേട്ട ചേച്ചി കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? ഗോവർദ്ധനം കണ്ടതല്ലായിരുന്നോ? അതുപോലെ തന്നെ. അതല്ല ബാലേട്ട, ഇപ്പൊ മാറ്റം എന്തെങ്കിലും ഉണ്ടോന്ന് ബോധം വന്നോ? ഇല്ല, അനസ്തീഷയുടെ മയക്കത്തിലല്ലേ. ഉണരഴിഞ്ഞ് ഈ സമയം എടുക്കുന്ന പോലെ. അല്ല, അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെ കഴിക്കും? അതിനൊക്കെ ട്രിപ്പുകളില്ലേ. പിന്നെ ബോധം വീണ് കഴിഞ്ഞാലും ഉടനെ സാധാരണ രീതിയിൽ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ട്യൂബോ മറ്റോ ഇടേണ്ടി വരും. കഷ്ടം. എങ്ങനെ? ഒരു കുഴപ്പമില്ലാതെ നടന്ന ആളായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എന്തൊരു കഷ്ടം ഇത്. ഈ റോഡ് സേഫ്റ്റിക്കാർ അവരുടെ സമയങ്ങളെ വേണ്ടിയിട്ടല്ല ഗോവർദ്ധന. മുക്കിന് റോഡിൽ ഓരോ ബോർഡ് എഴുതി വെച്ച് ഒരു നിമിഷത്തെ ശ്രദ്ധ മതി ജീവിതം തലകീഴ് മറിഞ്ഞ് ഒരു കിടക്കയിലോ കൊഫീനിലോ ആവാൻ. റോഡിൽ മാത്രമല്ല, ജീവിതത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടടുത്ത് ശ്രദ്ധ കൊടുക്കണം. ചേച്ചിയുടെ അവസ്ഥ ഓർത്തിട്ട് ബാലേട്ടന് സങ്കടം തോന്നുന്നില്ലേ? ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായി? തന്നെത്താൻ മരുത്തിച്ചാൽ വേറെ ആരുടെയും കുറ്റമല്ല. പിന്നെ സങ്കടം അത് തനിയെ ഉണ്ടായി വരേണ്ടതല്ലേ, അഭിനയിക്കേണ്ടതല്ലേ ആണോ? അകത്തേക്ക് വന്നോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഇരിക്കൂ. ഞാൻ വൈജയന്തിയുടെ ബ്രദറാണ്. അവളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തെന്നറിയാൻ. കയ്യിലും 2 കാലിലും ഫ്രാക്ചർ ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. സർജറി എല്ലാം കഴിഞ്ഞു. ഐസിയുവിൽ നിന്ന് ഇന്നോ നാളെയോ റൂമിലേക്ക് മാറ്റാം. സംസാരിക്കാൻ പറ്റുമോ ഡോക്ടർ? താടിയലിന് ചെറിയ പൊട്ടലുണ്ട്. ലെഫ്റ്റ് സൈഡിലെ കുറച്ച് പല്ലുകൾ ഇളകിയിട്ടുണ്ട്. തൽക്കാലം സംസാരിക്കുന്നതിന് നിവൃത്തിയില്ല. എല്ലാം ശരിയാവാൻ കുറെ ദിവസം എടുക്കും അല്ല ഡോക്ടർ? കുറെ ദിവസമല്ല, കുറെ ആഴ്ചകൾ തന്നെ വേണ്ടി വരും. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല ഡോക്ടർ, വിവരമൊന്നും അറിയാൻ വേണ്ടി വന്നതേ ഉള്ളൂ. എന്നാ ഞാനങ്ങോട്ട്. ഓ ശരി. ഒരു കണക്കിന് ആലോചിച്ചാ ഇത്രയല്ലേ പറ്റുള്ളൂ ശിവേട്ട. ആ കാറ് തകർന്ന് കിടക്കണ കിടപ്പ് കണ്ട അതിൽ നിന്ന് ഒരാൾ ജീവനോടെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ശരിയാ. ആക്സിഡന്റ് സ്പോട്ടിൽ കാർ എടുക്കുന്ന ഫോട്ടോയും വീഡിയോ ഉണ്ട് എന്റെ ഫോണില്. അത് ആരെടുത്തു? ഹരി അവന്റെ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നതാ. ഒന്ന് കാണിച്ച്. ഇതെങ്ങനെ അവനെ കിട്ടി? നമ്മൾ രാത്രി ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞപ്പം അവൻ ആക്സിഡന്റ് സ്പോട്ടിലോട്ടാ പോയത്. അവൻ അതിലൊക്കെയാണല്ലോ ഇൻട്രസ്റ്റ്. ഇതുണ്ട് വീഡിയോ. കണ്ടിട്ട് തല മരവിക്കുന്നു. അവൾ എങ്ങനെ ഇതിൽ നിന്ന് സർവേ ചെയ്തെന്ന് ആലോചിക്കുമ്പോഴാണ്. നീ ഇതെല്ലാം എനിക്കൊന്ന് ഷെയർ ചെയ്തേ. രാത്രിയും പകലൊക്കെ നീ മാത്രമേ ഉള്ളൂ ഇവിടെ. ഉച്ചയ്ക്ക് ആനന്ദത്തിനും സന്ദേശം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് ആർക്കൊന്നും ചെയ്യാനില്ലല്ലോ. ആദ്യം ചെയ്യേണ്ടത് ഹോസ്പിറ്റലുകാർ ഇടയ്ക്കിടയ്ക്ക് തരുന്ന ബില്ല് പേ ചെയ്യേണ്ടത് മാത്രമാണ്. അതിന് ഞാൻ തന്നെ വേണം. നിന്റെ വീട്ടിൽ നല്ല കൊടുക്കണേ ആണോ? എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കണം. ബില്ലൊക്കെ ബാലേന്ദ്രൻ പേ ചെയ്തോളും. അവന്റെ ഭാര്യ ഐസിയു കിടക്കുന്നത്. ആദ്യം ഉണ്ടായത് കൂടെ പിറപ്പല്ലേ. 45 വർഷം കഴിഞ്ഞില്ലേ ആ ബന്ധം തുടങ്ങിയിട്ട്. ബാലേട്ടന് അതിന്റെ പകുതി വർഷത്തെ ബന്ധമല്ലേ ഉള്ളൂ. നീ ഇതൊക്കെ കമ്പ്യൂട്ടർ അടിച്ചു വെച്ചിരിക്കണം. അല്ല, പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ അപ്പുറത്തെ ഹോട്ടലിലുണ്ട്. റൂം അറിയാലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്താവശ്യം? ശിവേട്ട വാ, വെറുതെ എന്തിനാ അവനെ ചൊറിയാൻ നിൽക്കുന്നത്? നമ്മൾ ഈ കേട്ടതോ കണ്ടതോ ഒന്നുമല്ല സർ. ബാലേട്ടന്റെ തലയിൽ എല്ലാ കാലത്തും ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വൈജയന്തി. നിന്നെ വൈജ അടുപ്പിക്കോ? വൈജയ്ക്ക് ബൈസ്റ്റാൻഡർ ഇവളോ? അടിച്ച് ഓടിക്കണം. ആശുപത്രി ഒരുത്തന്റെയും തറവാട്ട് വകയല്ല. ഇവരുടെ മൂത്ത മകളാന്നാ പറഞ്ഞല്ലേ? അതെ, ഇവിടെ സുഖപ്പെടുന്നത് വരെ ഞാൻ നോക്കിക്കോളാട്ടോ.